പേരാമ്പ്ര മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറുടെ പ്രചാരണം. ടീച്ചറാണ് എനിക്കിപ്പം ചേരുന്നത്. ടീച്ചർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് കേരളം തന്നെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു, ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം. അതൊന്നും വകവെക്കുന്നില്ല. അതിനൊപ്പം തന്നെ ടീച്ചർ പ്രചാരണം തുടരുകയാണ്. തീർച്ചയായിട്ടും അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അതൊന്നും വകവെക്കുന്നില്ല. അതിന് പരാതി കൊടുത്തു, അതിൻ്റെ രീതിയിൽ അന്വേഷണം നടത്തട്ടെ. നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി അവിടെ സംസാരിക്കണം, അവിടെ ഇടപെടണം എന്നുള്ളത്. ഞങ്ങൾ ഇന്നും അത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന പ്രശ്നങ്ങൾ. ടീച്ചർ, അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. നുണ ബോംബാണ് ഇത്തരത്തിലുള്ള പ്രചാരണം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. ഒരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മുൻപോട്ട് നയിക്കേണ്ട ആളുടെ ഭാഗത്ത് നിന്നാണ് നുണ ബോംബാണ് എന്ന പ്രചാരണം നടത്തുന്നത്. അതെങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ശരിയല്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. ആരാ നുണബോംബ് ഇറക്കിയത്? ഭാഷാ ന്യൂനപക്ഷത്തെയും മതന്യൂനപക്ഷത്തെയും ഒക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രം സംരക്ഷിക്കണം, അതിനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ബാക്കി വെട്ടിക്കളഞ്ഞിട്ട് ഇത് മാത്രം കൊടുത്തു. ഈ അണികളെ തിരുത്തേണ്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം. അതെ, അണികളെ തിരുത്തേണ്ട നേതാക്കന്മാരാണ്. അവർ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വിടാൻ പറ്റുമോ അതെന്നുള്ളത് നോക്കുകയാണ്. ഇതൊന്നും ഒരു തെളിവുമില്ലാത്തൊരു കാര്യം ഭാവനയെന്നെടുത്ത് ഞാൻ പറഞ്ഞതല്ല. ആദ്യമൊക്കെ അവഗണിച്ചു കുറേ കാര്യങ്ങൾ, പോട്ടെ ആരെങ്കിലും അത് സാരമില്ല. അപ്പോൾ ഒരു സൈബർ സംഘം ഇവിടെ വന്ന് നിൽക്കുകയാണ്, അതിന് ചില യൂത്ത് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുകയാണ്, എന്നിട്ട് എന്തും പറയാമെന്നായിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇത് പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ വസ്തുത നിരത്തിയാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനതിലൊന്നും അദ്ദേഹത്തെ പറയുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പറഞ്ഞോട്ടെ. അവസാനമായ ഒരു കാര്യം കൂടെ, ഈ പൊതു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അത്തരം നിലപാടുകളെ എങ്ങനെയാണ് കാണുന്നത്? ടീച്ചർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമാണ്. മറ്റ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിയാൽ അവർ ഒതുങ്ങിപ്പോകും എന്ന ചിന്തയാവുമോ ഒരു പക്ഷേ? അത് അങ്ങനെ വിചാരിക്കുന്നവർ കഷ്ടത്തിലാവുകയുള്ളൂ. കാരണം പാർലമെൻറ്റിനകത്ത് പലപ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശം വന്നപ്പോൾ നിങ്ങൾ തന്നെ ഒരു വാചകം എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പെണ്ണിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു പോയത് അല്ലേ? ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന രീതിയിൽ ആ സ്ത്രീ ഒരു ആണുങ്ങളെ പോലെ എന്ന് പറയുമ്പം സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല എന്ന് പറയുമ്പം അതിൽ സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചിലർക്ക് വരുന്ന പരാമർശമാണ്. അതിനൊക്കെ അപ്പോൾ എതിർത്ത് പോന്നിട്ടുണ്ട്, അതിപ്പോഴും എതിർക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ളത് മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്കെതിരെ വോട്ടർമാരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി വ്യാജ ID ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നുള്ളത് കൂടിയാണ്. LDFൻ്റെ ആശയമാണ് ഞാൻ പിന്തുടരുന്നത്. ഞാൻ ഇന്ന് വരെ എന്ത് പറഞ്ഞു, എന്ത് ഈ സമൂഹത്തിൽ ചെയ്തു എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് അറിയില്ലേ? അപ്പോൾ അങ്ങനെയൊരു വ്യാജ ID ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന പ്രചരണം അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. പേരാമ്പ്ര മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറുടെ പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് മറുപടിയില്ല എന്ന് തന്നെയാണ് ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.